ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കമായി. അതിയാമ്പൂർ കാലിക്കടവ് തോട് ശുചീകരണത്തിന്റെ ഉദ്ഘാടനം നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ TN സീമ നിർവഹിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. നീർച്ചാലകളുടെ ജനകീയ വീണ്ടെടുപ്പ് ലക്ഷ്യമാക്കി ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ മൂന്നാം ഘട്ട ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ പ്രധാന തോടായ അതിയാമ്പൂർ കാലിക്കടവ് തോട് മാലിന്യമുക്തമാക്കുന്നത്. മാലിന്യമുക്തം നവകേരളം വാർഡ് തല ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ നിർവഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിലെ മികച്ച ഇടപെടലിന്റെ ഭാഗമായി കാഞ്ഞങ്ങാടിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണെന്നും ഇതിനായി മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണമെന്നും ഡോക്ടർ TN സീമ പറഞ്ഞു. വലിയ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഓരോ സ്ഥലത്തും ഓരോ ഈ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള കോർണേഴ്സ് ഉണ്ടാക്കാനുള്ള വലിയ സാധ്യത ഇപ്പോൾ തന്നെ അതിൻ്റെ കുറേയധികം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു നഗരം, നമ്മളിപ്പോൾ എല്ലാവരോടും സുൽത്താൻ ബത്തേരി പോയി നോക്കൂ എന്ന് പറയുന്നത്, കാഞ്ഞങ്ങാട് പോയി നോക്കൂ എന്ന് പറയാനുള്ളൊരു അവസരം അധികം താമസിയാതെ ഹരിത കേരള മിഷന് കൈവരുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ പുഴ വീണ്ടെടുക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഹരിത കേരള മിഷന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. കേരളത്തിലെ എല്ലാ ജലസ്രോതസ്സുകളും സുഗമമായി ഒഴുകുക എന്ന് പറയുന്നത് കേരളത്തിന്റെ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഏറ്റെടുത്ത ഒരു പ്രവർത്തനമാണ് ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തപ്പോൾ 2019 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളൊരു ക്യാമ്പയിൻ. നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമപ്രദേശത്തെ തൊഴിലുറപ്പ് പദ്ധതിയും ജനകീയ പങ്കാളിത്തവും എല്ലാം ചേർത്തുകൊണ്ടാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ പ്രവർത്തനം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ അധ്യക്ഷയായി. നവകേരളം ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, സ്ഥിരം സമിതി അധ്യക്ഷരായ K ലത, KV പത്മാവതി, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കൌൺസിലർ TV സുജിത് കുമാർ സ്വാഗതവും കൌൺസിലർ ഫൗസിയ ഷെരീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.